നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് 28 ദിവസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് മെൻസസ് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്പർ 1, സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ്. അതായത് നിങ്ങളുടെ ഓവുലേഷന്റെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വജൈനയിൽ വരുന്ന ഡിസ്ചാർജ് മുട്ടയുടെ വെള്ള പോലെ വളരെ നേർത്തതായിട്ട് മാറുന്നു. നമ്പർ 2, ബേസൽ ബോഡി ടെമ്പറേച്ചർ. അതായത് നിങ്ങൾക്ക് ഓവുലേഷന്റെ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ താപനില സാധാരണത്തെക്കാളും കുറച്ച് ഉയർന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നമ്പർ 3, നിങ്ങൾക്ക് അടിവയറ്റിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടാം. നമുക്ക് പീരീഡ്സിന് വരുന്ന ആ ഒരു പെയിനിന്റെ ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ ആയിരിക്കും. ഇത് എല്ലാ സ്ത്രീകളിലും വരണമെന്നില്ല. നമ്പർ 4, ഓവുലേഷൻ കിറ്റ് വെച്ചിട്ട്. അതായത് നിങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങൾ ഒരു കാർഡ് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് പോലെ ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഓവുലേഷൻ കിറ്റ്സ് അവൈലബിൾ ആണ്. നമ്പർ 5, കലണ്ടർ മെത്തേഡ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടംപോലെ ആപ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഫെർട്ടിലിറ്റി ട്രാക്കർ, പ്രഗ്നൻസി ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്തും അതുപോലെ ബാക്കി ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ ഡേ അതുപോലെ ഫെർട്ടിലിറ്റി വിൻഡോ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഇതെല്ലാം ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഓവുലേഷൻ നടക്കുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് PCOD, തൈറോയിഡ് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് അറിയുകയും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.